ഹലോ, ധനലക്ഷ്മി ടീച്ചർ സ്റ്റോറി ടൈമിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിശ്രമവേളകൾ ആനന്ദകരമാക്കണ്ടേ? അതിലേക്കായി കണക്കിലെ കുറേ ടിപ്സും ട്രിക്സും. അപ്പോൾ നമുക്ക് നോക്കാം. ധനലക്ഷ്മി ടീച്ചർ സ്റ്റോറി ടൈമിൻ്റെ തന്നെ ഭാഗമായ ഗാലക്സ് മാത്സ് നിങ്ങൾക്കായി കുറേ കണക്കുകളുടെ ടിപ്സും ട്രിക്സും അതിനോടൊപ്പം കുറേ കഥകളും അവതരിപ്പിക്കുന്നുണ്ട്. ഈ കണക്കുകളിലെ ടിപ്സും ട്രിക്സും എല്ലാം എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രയോജനം ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അതായത് പ്രൈമറി മുതൽ PSC ടെസ്റ്റ് എഴുതുന്നവർക്ക്, അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഗുണം ചെയ്യുന്ന വീഡിയോകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കും പരിചയക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം, എന്നാലേ നിങ്ങൾക്കിത് നന്നായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങളിത് പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പേപ്പറും പേനയും ബുക്കും ഒക്കെ റെഡിയല്ലേ? അപ്പം നമുക്ക് നോക്കാം ഇന്ന് എന്താണ് നമ്മുടെ ടോപ്പിക് എന്നുള്ളത്. മാജിക് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 11. അപ്പോൾ ഇന്ന് 11 കൊണ്ടുള്ള ഗുണനം എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ട്രഡീഷണൽ രീതിയിൽ നമുക്കിത് ചെയ്യാം. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള ടിപ്സും ട്രിക്സും പഠിക്കുകയാണെങ്കിൽ നമുക്ക് ടൈം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന് നമ്മൾ ആൻസറിലേക്ക് വരികയും നമുക്ക് ഈ കണക്കിനോട് തന്നെ വളരെയധികം താല്പര്യം തോന്നുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതാ വന്നല്ലോ ക്വസ്റ്റ്യൻസ്. 45 × 11. അതിന് നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സൂത്രം പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ 45 അങ്ങനെ തന്നെ അങ്ങോട്ട് എഴുതാം. എന്നിട്ട് നമ്മൾ ഈ 4നെ അതുപോലെ അങ്ങോട്ട് എഴുതും. എന്നിട്ട് ഈ 5നെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആഡ് ചെയ്യാം. 4 + 5 എന്ന് പറയുമ്പോൾ 9. നമുക്ക് എത്ര കിട്ടുക? 9. അപ്പോൾ ദ ആൻസർ വിൽ ബി 495. കിട്ടിയല്ലോ ആൻസർ. 2 ഡിജിറ്റ് ആയതുകൊണ്ട് വളരെ എളുപ്പമാണ് കേട്ടോ. വലിയ നമ്പർ വരുമ്പോഴാണ് നമുക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുക. ഇനി നമുക്ക് ഇതുപോലെ തന്നെ 28 നോക്കാം. സോ 2 അതുപോലെ തന്നെ നമ്മൾ എഴുതി. അടുത്തത് 8ഉം അതുപോലെ തന്നെ നമുക്ക് എഴുതാം. എന്നിട്ട് ഈ 2ഉം 8ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 10 ആണ്. പക്ഷെ നമുക്ക് ഒരു ഡിജിറ്റേ എഴുതാൻ പാടുള്ളൂ. അപ്പം നമ്മൾ 0 അവിടെ എഴുതി. പിന്നെ നമുക്ക് ഈ 1 എന്ത് ചെയ്യും? നമ്മൾ ഈ 1 അങ്ങോട്ട് 2നോട് അങ്ങോട്ട് ഷെയർ ചെയ്യും. അപ്പം നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 308. 308 ആണ് അതിൻ്റെ ആൻസർ. ഇനി നമുക്ക് ഈ മൂന്നാമത്തത് നോക്കാം. 81. 8 അതുപോലെ എഴുതി നമ്മൾ. ദെൻ 1 അതുപോലെ എഴുതി. എന്നോടൊപ്പം ചെയ്യണ്ടോ നിങ്ങൾ? ഓക്കെ. എന്നിട്ട് 8ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 9 ആണ്. അപ്പം നമ്മുടെ ആൻസർ 891. എന്താ എളുപ്പമല്ലേ? 2 ഡിജിറ്റ് എളുപ്പം തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ബിഗ് നമ്പേഴ്സ് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരല്പം ശ്രദ്ധ മതി കേട്ടോ. കണക്കൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത കണക്ക് എങ്ങനെയാണെന്ന് നോക്കാം. റെഡിയല്ലേ? പോന്നോളൂ. 3 ഡിജിറ്റ് × 11 ആണ് അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ കോളം അത്ര ശരിയില്ല കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. 5 അതുപോലെ തന്നെ എഴുതുക. ഓക്കെ. എന്നിട്ട് 5ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 + 2 എന്ന് പറയുന്നത് 7. അടുത്തത് 2ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 ആൻഡ് 1 അതുപോലെ. സോ ആൻസർ എന്ന് പറയുന്നത് 1375. അതായത് 1375. അടുത്ത നമുക്ക് നോക്കാം. 4 നമ്മൾ അതുപോലെ എഴുതി. ഇനി 4ഉം 8ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിട്ടാ? 12 അല്ലേ? നമ്മൾ 2 അവിടെ എഴുതി. റിമൈൻഡർ 1 ഇരിക്കണ്ടേ. അപ്പം നമുക്കത് അപ്പുറത്തോട്ട് ഷെയർ ചെയ്യാം. വീണ്ടും ഇവിടെ 8ഉം 4ഉം കൂടെ 8ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ ഇറ്റ്സ് 12. 12നെ നമ്മൾ 2 ഇവിടെ എഴുതി. വീണ്ടും നമുക്ക് റിമൈൻഡർ വന്നു. അപ്പം നമ്മളത് അപ്പുറത്തോട്ട് ഷെയർ ചെയ്തു. അവിടെ നമുക്ക് 4 അതുപോലെ തന്നെ നമുക്ക് എഴുതാം. സോ ദ ആൻസർ വിൽ ബി 5
3, 2, 4. That is 5324. അടുത്ത നോക്കാലോ നമുക്ക്. That is 7. അതുപോലെ തന്നെ നമ്മൾ എഴുതി. എന്നിട്ട് 7ഉം 3യും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 10 അല്ലേ? അപ്പോൾ 10ന്റെ 0 നമ്മൾ ഇവിടെ എഴുതി. ക്യാരി ഓവർ ഇപ്പുറത്തോട്ട് ഷെയർ ചെയ്തു. 1 അങ്ങോട്ട് ഷെയർ ചെയ്തു. അടുത്തത് 3യും 9ഉം കൂടെ ആഡ് ചെയ്യണം. 3യും 9ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. അപ്പോൾ 12ന് നമ്മളിവിടെ 2 എഴുതി. വീണ്ടും നമുക്ക് 1 അപ്പുറത്തോട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഓക്കെ. അടുത്തത് നമ്മൾ 9 അതുപോലെ തന്നെ എഴുതി. അപ്പം നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓക്കെ, 7 അതുപോലെ എഴുതി, 0 അതുപോലെ എഴുതി, 2 + 1 3 അതുപോലെ എഴുതി, 9 + 1 10. സോ 10307, അത് 10,307 ആണ് നമ്മുടെ ആൻസർ. കണ്ടോ? എളുപ്പമല്ലേ നമുക്ക് ചെയ്യാനായിട്ട്? കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ടൈം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി അടുത്തത് നോക്കാം. നോക്കിക്കോളൂ. ബിഗ് നമ്പർ എവിടെയാണ്? നമുക്ക് ഈ 11 കൊണ്ടുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള എളുപ്പം നമുക്ക് അവിടെയാണ്. ഓക്കെ, നോക്കാം. ഓക്കെ, അതായത് നമ്മൾ 4 അതുപോലെ എഴുതി. 4ഉം 3യും കൂടെ ആഡ് ചെയ്തപ്പോൾ 4ഉം 3യും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടി. അടുത്തത് 3യും 6ഉം കൂടെ ആഡ് ചെയ്തപ്പോഴേക്കും നമുക്ക് 9 കിട്ടി. ബിഗ് നമ്പേഴ്സ് ആകുമ്പോൾ തെറ്റാതിരിക്കാനാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് പോകുന്നത്. അടുത്തത് 6ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടി. അടുത്തത് 2ഉം 3യും കൂടെ ആഡ് ചെയ്തപ്പോഴേക്കും നമുക്ക് 5 കിട്ടി. ദെൻ 3യും 4ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 7 കിട്ടി. ദെൻ നമ്മൾ 4 അതുപോലെ എഴുതണം. അത് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ 47,58,974 is the answer. അടുത്തത് നോക്കാമല്ലോ. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ 0 കുറച്ചിങ്ങോട്ട് മാറ്റി എഴുതാം. അതുപോലെ എഴുതി. 0 + 2 നമുക്ക് 2 ആണ്. അടുത്തത് 2 + 4 6, 4 + 1 5, then 1 + 2 3, 2 + 3 is 5, 3 + 5 8, 5 + 2 7, then 2 അതുപോലെ തന്നെ നമ്മൾ എഴുതി. 27 crores 85,35,620. 27,85,35,620. എന്ത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ. ഞാൻ ഇത്തിരി സ്ലോയിലാണ് പറഞ്ഞത്. പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരല്പം സ്പീഡ് കുറച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിച്ചോട്ടെ. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.